ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ പല്ലിൻ്റെ എക്സ്ട്രാക്ഷൻ, അതായത് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യാനും ക്യാവിറ്റി ഫില്ല് ചെയ്യാനും. എനിക്ക് കഴിഞ്ഞ വർഷം ഇവിടുത്തെ GP കാണിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നതാണ് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യണം, അത് ഡെഡായെന്ന്. ഞാൻ അത്ര കാര്യമാക്കാൻ പോയില്ല, വെച്ചുകൊണ്ടിരുന്നു. പിന്നീട് എനിക്കത് ഇൻഫെക്ഷനായി മാറി. അങ്ങനത്തെ 2 അപ്പോയിൻമെൻറ്റ് തീരേണ്ടത് ഇപ്പോൾ എനിക്ക് 4ാമത്തെ അപ്പോയിൻമെൻറ്റാണ്. പിന്നെ ഇവിടെ ഡെന്തൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡെന്തലിന് വേണ്ടി പ്രത്യേകം NHS ഇല്ല, പക്ഷേ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്. അവിടെ NHS പേഷ്യൻസ് വെൽക്കംഡ് എന്ന് കാണും. അതായത് അവർക്ക് പുതിയ പേഷ്യൻസിന് NHSൻ്റേതായ ത്രൂ തന്നെയുള്ള പുതിയ പേഷ്യൻസിനെ അവരെടുക്കും. NHS ത്രൂ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരത്തില്ല. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല ചാർജ് ആവും. ഇവിടെ ഡെന്തലിനൊക്കെ പെട്ടെന്നൊരു എമർജൻസിയിലൊക്കെ നമ്മൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്ലിനിക്കുകൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നിയർ ബൈ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സ്പെസിഫൈ ചെയ്യും ന്യൂ NHS പേഷ്യൻസ് വെൽക്കംഡ് എന്ന്. അങ്ങനെയുള്ളിടത്തായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. മീൻസ് നമുക്ക് അങ്ങനത്തെ ഒരു ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ അത് ഫോൺ ത്രൂ ചെയ്യാം, ഡയറക്റ്റ് ആ ക്ലിനിക്കിൽ പോയി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ബേസിക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് അവർ നമ്മുടെ പല്ല് ആദ്യം അനാലിസിസ് ചെയ്യും. അതായത് എക്സ്റേ എടുക്കാം, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പല്ല് ക്ലീൻ ചെയ്യാം, അങ്ങനത്തെ പ്രോസസ്സായിരിക്കും ആദ്യം ചെയ്യുന്നത്. ബേസിക് അപ്പോയിൻമെൻറ്റിൽ നമ്മളിപ്പം പല്ലിന് എത്ര സിവിയർ ആയിട്ട് ചെന്നാലും ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അവർ അത്രേ ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ എക്സ്റേ കണ്ടതിന് ശേഷം ഫർദർ എന്തെങ്കിലും പല്ലിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാവിറ്റി ഫില്ല് ചെയ്യാനോ വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സീരിയസ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള അപ്പോയിൻമെൻറ്റിലേ അവർ റെഫർ ചെയ്യത്തുള്ളൂ. ഇന്നത്തെ അപ്പോയിൻമെൻറ്റിന് ഏകദേശം 27 പൗണ്ട് 90 പെൻസ് ആണ് ആവുന്നത് ആദ്യത്തെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിന്. അത് ജസ്റ്റ് ബേസിക് എക്സ്റേയും ക്ലീനിങ്ങും ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞുള്ള അപ്പോയിൻമെൻറ്റിൽ ഇപ്പോൾ നമുക്ക് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യാനോ ക്യാവിറ്റി ഫില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ 76 പൗണ്ട് സംതിങ് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ 27 പൗണ്ട് രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റ് ഏകദേശം ഡിഡക്റ്റ് ചെയ്തിട്ട് റിമൈനിങ് എമൗണ്ട് നമുക്ക് പേ ചെയ്താൽ മതി. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഒരു കാര്യമുണ്ട്, എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും പല്ലിന് കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുവാണെങ്കിൽ കഴിവതും അതൊക്കെ നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ അതിലും എക്സ്പെൻസ് ആവും പിന്നീടുള്ള കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി പല്ലേ കമ്പി ഇട്ട് നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, ആ ആൾക്ക് ഇവിടെ പല്ലേ കമ്പി റിമൂവ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പല്ല് കമ്പി മുറുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരിതിവിടെ ചെയ്യില്ല. അവർ പറയുന്നത് ഓൾറെഡി ചെയ്തു വെച്ച പ്രോസസ്സ് അവർ ചെയ്യില്ല. പിന്നെ പുതിയതായിട്ട് ഇവിടെ കമ്പി ഇടാനോ അലൈൻമെൻറ്റ് ശരിയാക്കാനോ പുതിയൊരു പല്ല് വെക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇവിടെ ഭയങ്കര ചാർജാണ്. കഴിവതും നാട്ടിൽ തന്നെ പോയി ചെയ്യുക. ബിക്കോസ് അത് അവർ തന്നെ പറയും നിങ്ങൾക്ക് അങ്ങനെ പോയി ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ്സ് നമുക്കിപ്പം അടുപ്പിച്ച് കിട്ടണമെന്നില്ല. ചിലപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടും, ചിലപ്പോൾ അതിൽ കൂടാതെ അവരുടെ അവൈലബിലിറ്റി നോക്കി അവർ തരത്തുള്ളൂ. ഇവിടെ എൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പല്ലിന് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. സോ ഞാൻ ചെന്ന അന്ന് അവർക്ക് ഇൻഫെക്ഷൻ കാരണം എക്സ്റേ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് വന്നു. സോ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഇൻഫെക്ഷൻ ഫുള്ള് മാറിയതിന് ശേഷം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെൻറ്റ് വന്നു. അന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് പല്ലിന് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്, ക്യാവിറ്റി ഉണ്ട്, വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. സോ അതിൻ്റെ ഫർദറായിട്ട് അടുത്ത അപ്പോയിൻമെൻറ്റിൽ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഫർദർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള അപ്പോയിൻമെൻറ്റിൽ ചെന്നപ്പോൾ വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്തു. പക്ഷേ വിസ്ഡം ടൂത്തിന് വേണ്ടി ആ ഒരു എന്താ പറയുക ഇങ്ങനെ മരപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാവും. ഇനി ക്യാവിറ്റിയും കൂടെ അന്ന് തന്നെ ഫില്ല് ചെയ്താൽ അതുകൊണ്ട് അടുത്ത അപ്പോയിൻമെൻറ്റ് വീണ്ടും ചെല്ലണം, എന്നാലേ ക്യാവിറ്റി ഫില്ലാവും. സോ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഡെന്തലിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു, ബൈ.